മനുഷ്യ സംസ്കാരത്തിന്റെ പ്രധാന മുന്നേറ്റങ്ങളിലൊന്നാണ് ശില്പവിദ്യയുടെ വികാസം. കഴിഞ്ഞ 1000 ആണ്ടുകളായി വിവിധ സാംസ്കാരിക ജനവിഭാഗങ്ങൾ ഒന്നിനൊന്ന് മികച്ച നിരവധി ശില്പാത്ഭുതങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പിരമിഡുകൾ, കൊട്ടാരങ്ങൾ, ചർച്ചുകൾ, മസ്ജിദുകൾ, ഇവ ആയിരക്കണക്കിന് വിദഗ്ധരുടെ കൂട്ടായ യത്നത്തിന്റെ ഫലമാണ്. കലയുടെയും സൗന്ദര്യശാസ്ത്രത്തിന്റെയും ആശയങ്ങൾ കൂടിച്ചേർന്നാണ് ശില്പവിദ്യ രൂപം പ്രാപിക്കുന്നത്. മനുഷ്യരുടേതിന് തുല്യമായ വൈദഗ്ധ്യം പ്രകടമാക്കുന്ന ശില്പവിദ്യക്കാർ പ്രകൃതിയിൽ വേറെയുമുണ്ടെന്ന് കേട്ടാൽ പലരും അമ്പരക്കാനിടയുണ്ട്. പ്രകൃതിയിലെ ജീവികൾ അവയുടെ ശരീരത്തിന്റെ ഘടനയാൽ നമ്മെ ആകർഷിക്കുന്നവയാണ്. ചീറ്റപ്പുലിക്ക് ഉജ്ജ്വലമായ പേശി അസ്ഥി വ്യവസ്ഥകളാണുള്ളത്. ഇതാണ് അവയെ അതിവേഗത്തിൽ പായാൻ സഹായിക്കുന്നത്. കഴുകന് ഏറ്റവും മികച്ച വായു ചലന വ്യവസ്ഥയാണുള്ളത്. ഡോൾഫിന് അതിദ്രുതം വെള്ളത്തിലൂടെ പായാൻ സഹായകമാം വിധം കുറ്റമറ്റ ജീവവ്യവസ്ഥയാണുള്ളത്. ഇതൊക്കെ അവയുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ വിളിച്ചറിയിക്കുന്നു. പരിപൂർണമായി സംവിധാനിക്കപ്പെട്ട ശരീരം മാത്രം കൊണ്ടായില്ല. അവയെ ഉപയോഗിക്കുന്നതെങ്ങനെയെന്നും ജീവിക്കറിയേണ്ടതുണ്ട്. പക്ഷികളുടെ ചിറകുകൾ ഉയർന്നു പൊന്താനും താഴ്ന്നിറങ്ങാനും അവയ്ക്ക് സഹായകമാകുമ്പോഴാണ് അവ പ്രയോജനീഭവിക്കുന്നത്. ജീവജാലങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ബോധ്യമാവുന്ന ഒന്നുണ്ട്. ഓരോ ജീവിയും അവ ജീവിക്കുന്ന പരിതസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടാണ് പെരുമാറുന്നത്. മറ്റൊന്ന്, ഇവ അവരുടെ ജന്മനിമിഷം മുതൽ ആരംഭിക്കുന്നു എന്നതാണ്. പല ജീവികൾക്കും ജനിച്ച് ഏതാണ്ട് അരമണിക്കൂറിനകം എഴുന്നേറ്റ് നിൽക്കാനും ഓടാനും കഴിയും. ആന്റിലോ പിറന്നു വീണ് നിമിഷങ്ങൾക്കകം അവയ്ക്ക് ഇത് ചെയ്യാനാവും. പൂഴിമണ്ണിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കടലാമകൾക്ക് മുട്ടയുടെ തോടുകൾ പൊട്ടിക്കുവാനും പുറത്തിറങ്ങാനുമുള്ള വിദ്യ സ്വതസിദ്ധമാണ്. മാത്രമല്ല, തോട് പൊട്ടിച്ച് പുറത്തിറങ്ങിയാലുടൻ കടലിലെത്തണമെന്നും അവ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത്, മുഴുവൻ പരിശീലനവും നേടിയെടുത്ത ശേഷമാണ് ഓരോ ജീവിയും ഈ ലോകത്ത് പിറന്നു വീഴുന്നത് എന്നർത്ഥം. ഇതിലേറ്റവും അമ്പരപ്പുളവാക്കുന്നതാണ് സ്വന്തം കൂടുകൾ നിർമ്മിക്കുവാനുള്ള ചില ജീവികളുടെ കഴിവ്.
തെളിഞ്ഞ പകലിൽ ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന ഒരാൾക്ക് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയും. പൂക്കളെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഒരാൾക്ക് പ്രകൃതിയിലെ ഏറ്റവും വൈദഗ്ധ്യം നേടിയ ശില്പികളെ തേനീച്ചയിൽ ദർശിക്കാം. പ്രകൃതിയിലെ ഏറ്റവും അമൂല്യമായ ഭക്ഷ്യപദാർത്ഥമായ തേനാണ് കോളനികളായി ജീവിക്കുന്ന തേനീച്ച നിർമ്മിക്കുന്നത്. 6 വശങ്ങളും 6 കോണുകളുമുള്ള അറകളിലാണ് അവ തേൻ ശേഖരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണവ ഷഡ്കോണാകൃതിയിൽ അറകൾ നിർമ്മിക്കുന്നത്? ഏറെ ഗണിതശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണെങ്കിലും ഗണിതജ്ഞർ ഇതിനുത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കുറച്ച് പദാർത്ഥം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ കൊള്ളുന്ന കൂട് നിർമ്മിക്കണമെങ്കിൽ അവ ഷഡ്കോണാകൃതിയാവണമത്രേ. മറ്റാകൃതികളെയും നമുക്ക് പരിഗണിച്ചു നോക്കാം. സിലിണ്ടർ ആകൃതിയോ പഞ്ചഭുജാകൃതിയോ പ്രിസാകൃതിയോ ഉള്ളതാണെങ്കിൽ അറകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് വഹിക്കാവുന്ന തേനിന്റെ അളവ് കുറവായിരിക്കും. ത്രികോണാകൃതിയോ ചതുർകോണോ ആയ അറകളായിരുന്നുവെങ്കിൽ